ഇടുക്കിയിൽ വൻകിടത്തോട്ടമടക്കം 14 ആധാരങ്ങൾ പ്രകാരമുള്ള വസ്തുവകകൾ. പത്തനംതിട്ടയിൽ വീടും കെട്ടിടവുമടക്കം 77 ആധാരങ്ങളിലായി രജിസ്റ്റർ ചെയ്ത നിക്ഷേപങ്ങളുമാണ് കണ്ടുകെട്ടിയത്. ഇരുചക്ര വാഹനങ്ങളടക്കം 5 വണ്ടികളും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടും. കേസിൽ പ്രതികളായ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു വി നായർ, മകൻ ഗോവിന്ദ് ജി നായർ, ഇയാളുടെ ഭാര്യ ലക്ഷ്മി ലേഖാകുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളായിരുന്നു ഇത്. കേരളത്തിലെ ഇതര ജില്ലകളിലും സംസ്ഥാനത്തിന് പുറത്തും പ്രതികൾക്ക് വൻ നിക്ഷേപങ്ങളുള്ളതായാണ് കണക്കാക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ തേടി അന്വേഷണ സംഘം രജിസ്ട്രേഷൻ ഐജിക്ക് നൽകിയ കത്തിന് മറുപടി ലഭിക്കുന്നതോടെ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കാം. കേസിൽ നേരത്തെ അറസ്റ്റിലായ 1ഉം 3ഉം പ്രതികളുടെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യലും പൂർത്തിയായി. ഇപ്പോൾ പ്രധാന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാരംഭ ചർച്ചകളിലൂടെ പോകുന്നു. ആശങ്കയുണ്ട്, വളരെ ആശങ്കയുണ്ട്. കാര്യം ഈ പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് ആശങ്ക. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്നാലാട്ടെ, അതല്ല ഓരോ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാലാട്ടെ, അവരുടെ സമീപനം നിക്ഷേപകരെ സഹായിക്കുന്ന വിധത്തിലല്ല, ഈ ഉടമസ്ഥരെ സഹായിക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ. അതുകൊണ്ടല്ലേ സിന്ധുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്. 2ാം പ്രതി സിന്ധു വി നായർ, 4ാം പ്രതി ലക്ഷ്മി ലേഖാകുമാർ എന്നിവരുടെ അറസ്റ്റാണ് ഉടൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സിന്ധുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടും ഇവരെ പിടികൂടാനായിട്ടില്ല. പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത 120 കേസുകളാണ് ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.